ഗൈസ്, വരാട്ടുമേട് നല്ല അടിപൊളി വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ്. ആ കാണുന്നതാണ് പാലൊഴുകും പാറ വെള്ളച്ചാട്ടം. നമ്മളിപ്പോൾ ഇത് വരാട്ടുമേടിലാണുള്ളത്. വരാട്ടുമേടിൽ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. നല്ല കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട്. പിന്നെ മഴയൊന്നുമില്ല, നല്ലൊരു അന്തരീക്ഷമാണ്, മഴയൊന്നും ഇല്ലാത്ത. അപ്പം നമ്മൾ വരാട്ടുമേട് കയറാൻ പോവാണ്. വാഗമണ്ണിലെ വരാട്ടുമേട്. ഇതാണ് റോഡിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, മനു. അങ്ങനെ 2 പേരാണ് വരാട്ടുമേട് കയറാൻ പോകുന്നത്. അങ്ങനെ വരാട്ടുമേട് ഞാൻ ഇന്ന് പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ വരാട്ടുമേടെന്ന് പറയുന്നത്. കുറേ ഇൻസ്റ്റാഗ്രാമേഴ്സും അതുപോലെ യൂട്യൂബേഴ്സും ഒക്കെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു മെയിനായിട്ടുള്ളൊരു വാഗമണ്ണിലൊരു സ്പോട്ടാണ് ഈ വരാട്ടുമേടെന്ന് പറയുന്നത്. അങ്ങോട്ടുള്ള യാത്രയാണ് ഇപ്പോൾ. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, മനു. ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ഏലപ്പാറ കൊച്ചുകരന്തേരിയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. കാരണം എൻ്റെ ഫ്രണ്ട്, മനുവിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അവനെയും കൂട്ടിക്കൊണ്ടാണ് നേരെ വാഗമണ്ണിലോട്ട് പോരുന്നത്. അപ്പം ഒരു റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചൊരു ഓഫ് റോഡെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ റോഡ് അത്രയ്ക്ക് ക്ലിയർ അല്ല, കല്ലും മണ്ണും ഒക്കെ ഉള്ള റോഡാണ് അങ്ങോട്ടുള്ള യാത്രയിൽ കൂടുതലും. അപ്പം നിങ്ങൾ ഓർക്കും വാഗമണ്ണിലെ റോഡുകളെല്ലാം അവസ്ഥ എങ്ങനെയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇത് വാഗമണ്ണിൽ ടൗണിൽ നിന്നൊക്കെ ഒത്തിരി മാറി ഉള്ള ഒരു സ്ഥലമാണ് ഈ വരാട്ടുമേടെന്ന് പറയുന്നത്. ഒരു കുന്നിൻ്റെ മുകളിലായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ വരാട്ടുമേട്. അപ്പം അങ്ങോട്ട് മൊട്ടക്കുന്നൊക്കെ പോകുന്ന റൂട്ടിൽ നമുക്ക് വരാം. അതല്ലെങ്കിൽ ഏലപ്പാറയിൽ നിന്ന് കൊച്ചുകരന്തിരി ഇപ്പോൾ ഞങ്ങൾ വന്ന പോലെ അങ്ങനെ നിങ്ങൾക്ക് വരാൻ പറ്റും. 2 റൂട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വരുന്ന റൂട്ടെന്ന് പറയാൻ കൊച്ചുകരന്തിരിയൊക്കെ കൂടി. അപ്പോൾ റോഡ് അത്ര വലിയ ഇതൊന്നുമല്ല, കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞൊക്കെയാണ് കിടക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് യാത്ര ചെയ്യും. വാഗമണ്ണിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം പാലൊഴുകും പാറ, അവിടെയാണ് നിൽക്കുന്നത് ഞാനും മനു. ഈ വെള്ളച്ചാട്ടമാണ് നമ്മൾ വരാട്ടുമേടിലെ ടോപ്പിൽ നിന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ വരാട്ടുമേട് ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ, ഇതിൻ്റെ വ്യൂ അതാണ് അവിടുത്തെ ഈ വരാട്ടുമേട് എന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് അത്യാവശ്യം ഇതിപ്പോൾ താഴെ വരുമ്പോൾ നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള വെള്ളച്ചാട്ടമാണ്. അതായത് അങ്ങോട്ട് വരാട്ടുമേട്ടിലോട്ട് കയറുന്ന റോഡിലോട്ടുള്ള സ്ഥലമാണ്.